ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മീഷൻ തന്നെ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും റിപ്പോർട്ട് വിടരുത് എന്നാണ്. അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് സംഭവം. നമസ്കാരം. ഒരു സ്ഥലത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. ക്രമസമാധാന പാലന ചുമതലയുള്ളവർ വിവരമറിയുന്നു. എന്നാൽ പരാതിയില്ലാത്തതിനാൽ നടപടിയെടുക്കാനാകില്ലെന്ന ഉത്തരവാദപ്പെട്ടവർ നിലപാടെടുത്താൽ അതെങ്ങനെയാണ് ശരിയാവുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കില്ല എന്ന സർക്കാർ നിലപാട് ഇങ്ങനെയല്ലേ? ജസ്റ്റിസ് ഹേമ നൽകിയ കത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. വേട്ടക്കാരെയെല്ലാം 4.5 വർഷം മുഖ്യമന്ത്രി ചേർത്തു പിടിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റാണെങ്കിൽ സർക്കാർ മറുപടി നൽകണം. കാരണം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് കൈവിട്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാർത്ഥമായ നടപടി വേണം. സമഗ്രമായ അന്വേഷണം ആരംഭിക്കണം. ഒപ്പം പവർ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കി ശുദ്ധികലശം നടത്തണം. മലയാള സിനിമയെ രക്ഷിക്കണം. അതിനുശേഷം ആത്മാഭിമാനമുള്ള കലാപ്രതിഭകളെ ചേർത്തിരുത്തി ഒരു കോൺക്ലേവ് നടത്താം. ചോദ്യം ഇതാണ്: വേട്ടക്കാരെ വെറുതെ വിടുമോ? ചർച്ചയിൽ CPM-ൽ നിന്നും SK സജീഷ്, കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചാമക്കാല, WCC പ്രതിനിധി ഡോക്ടർ സംഗീത ജനചന്ദ്രൻ, മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ, ചലച്ചിത്ര നിരീക്ഷകൻ പ്രേംചന്ദ്, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം ഞാൻ SK സജീഷിലേക്ക് പോവുകയാണ്. സജീഷ്, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തെറ്റല്ലേ? ജനത്തെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഹേമ കമ്മീഷൻ 19/2020 സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ഞാൻ പറഞ്ഞ താങ്കൾ കേൾക്കാത്തതാണ്. അതായത് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുമ്പാകെ ഹേമ കമ്മീഷൻ 19/2/2020 വളരെ കൃത്യമായി തന്നെ നൽകിയ കത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് പുറത്തു വന്നാലുണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷനും മറ്റെല്ലാം തന്നെ ആ വിവരം കോൺഫിഡൻസായി മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ, അതിൽ മൊഴി നൽകിയ ആളുകളുടെ ഉൾപ്പെടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ ആ വരികൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല സജീഷ്, ഒന്നുകിൽ ആ വരികൾ ബോധ്യമായിട്ടില്ല, അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. താങ്കൾക്ക് വേണമെങ്കിൽ ആ വരികൾ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ആ വരികൾ വളരെ കൃത്യമാണല്ലോ. അതിനകത്ത് പറയുന്നത്, ഐ വുഡ് ആൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് ടു നീഡ് to keep this report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in camera proceedings. We have been following the principle laid down by the Supreme Court in the various decisions in keeping the matter extra confidential. I would also like to liberty to alert you to the following these principles before parting with the report to anybody in the routine manner. സാധാരണഗതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ ഈ റിപ്പോർട്ട് കൊടുക്കരുത് എന്ന് തന്നെയാണല്ലോ We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. I would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. അതായത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അതിന് പിന്നിലെ ആലോചന എന്തായിരുന്നു?
ഇതിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ പുറത്തു കൊണ്ടുവരിക, ഇരകൾക്ക് സംസാരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കുക, അവർക്ക് നല്ല ജോലി സാഹചര്യം ഒരുക്കുക. എന്തൊക്കെയാണ് അവർ മൊഴികളായി പറഞ്ഞിട്ടുള്ളത്? ഗൗരവത്തിലുള്ള ചില കാര്യങ്ങളാണ്. അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് അവർ ഇരകൾക്ക് കുഴപ്പമാകുന്ന രീതിയിൽ പുറത്തേക്ക് വിടരുത് എന്നത് മാത്രമാണ് ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി ഒരു സർക്കാർ ജിഒയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണല്ലോ. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മിറ്റി, 3 അംഗ കമ്മിറ്റി. ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ അതോടുകൂടി ആ കമ്മിറ്റി ഇൻവാലിഡായി. പിന്നെ ആ കമ്മിറ്റി എന്നൊന്നില്ല. പിന്നെ ആ കമ്മിറ്റി പറഞ്ഞു, കമ്മിറ്റി ചെയ്യാൻ പറഞ്ഞു, കമ്മിറ്റി നിർദ്ദേശിച്ചു എന്ന് പറയണ്ട. പിന്നെ തീരുമാനം മുഴുവൻ സർക്കാരിനാണ് സജീഷ്. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. സർക്കാരാണ് നിയമ നടപടികൾ എടുക്കേണ്ടത്. ഞങ്ങളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു എന്ന മട്ടിലല്ല ഇത് അവതരിപ്പിക്കേണ്ടത്. ഇനി സജീഷിന് പറയാം. ഞങ്ങളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു എന്ന നിലയിലൊന്നും ഇവിടെ ഒരു കാര്യവും അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ചെയർമാനായിക്കൊണ്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അത് ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCCയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്, പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴികളും മറ്റും ശേഖരിക്കപ്പെടുന്നു. അതിനകത്ത് മൊഴി നൽകിയ ആളുകൾ, ആ ആളുകളുടെ അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ ഈ കമ്മീഷൻ്റെ മുന്നിലേക്ക് പറയുന്ന കാര്യങ്ങൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് സുപ്രീം കോടതി മാനദണ്ഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആ സുപ്രീം കോടതി മാനദണ്ഡം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ട് സാധാരണഗതിയിൽ പുറത്തു വിടാവൂ എന്ന് തന്നെയാണ് ഹേമ കമ്മീഷൻ താങ്കൾ തുടർച്ചയായി കമ്മീഷൻ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. കമ്മീഷൻ അല്ല കേട്ടോ, കമ്മിറ്റിയാണ്. കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ, കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് ഹേമ തന്നെ ഈ പറഞ്ഞ 19/2/2020 കത്ത് നൽകുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ കേരളത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. എവിടെയും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കാലഘട്ടത്തിലും സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ പറയട്ടെ സജീഷ്, 4.5 വർഷം നിങ്ങൾ അതിന്മേൽ ഒരു കാര്യം പോലും അനക്കിയില്ല. സജീഷ്, ഇതിലെ ഇരകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വിടൂ എന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇരകളുടെ പേരുവിവരങ്ങൾ, ഇരകൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇരകളുടെ പേരുവിവരം പുറത്തുവിടുന്ന ഏത് ലൈംഗിക പീഡന കേസിലും അത് തന്നെയാണ് ഇവിടെ രാജ്യത്തെ നിയമം. അതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലല്ലോ. അത് മൊഴിയെടുക്കലൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എടുത്തതെന്ന് നമുക്കറിയാം. നമ്മൾ ആവശ്യപ്പെടുന്ന അതല്ല. ഇതിന്മേൽ എന്ത് നടപടി ഈ 4.5 വർഷം ചെയ്തു? ഈ നിമിഷം വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഈ 4.5 വർഷം വൈകിച്ചതിനെ എങ്ങനെ വിശദീകരിക്കും? അല്ല, 4.5 വർഷം വൈകിച്ചതല്ല. ഈ പറഞ്ഞ ഇതിനകത്ത് ആദ്യം സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ സെക്രട്ടറിക്ക് നൽകിയ കത്തും അതിനുശേഷം തുടർന്ന് അതിൽ ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറുപടി ലഭിക്കാതിരുന്ന സമയത്ത് പിന്നീട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പരാതിയായിട്ട് പലരും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇതിനെയെല്ലാം ഓവർ റൂൾ ചെയ്തുകൊണ്ട് പിന്നീട് പുതിയ വിവരാവകാശ കമ്മീഷൻ, പിന്നീട് വന്ന വിവരാവകാശ കമ്മീഷൻ 2024 സെപ്റ്റംബർ 7 സർക്കാരിന് നിർദ്ദേശം നൽകുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി. അതിൻ്റെ ഇടയിലെല്ലാം ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു. പിന്നീട് അതിനുശേഷം കോടതിയിൽ വന്ന കേസുകൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതായതുകൊണ്ടാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. ആ കേസ് ഉൾപ്പെടെ എല്ലാം കോടതി ഈ ഭാഗം ഒഴിവാക്കി തുടർന്ന് ഇത് പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഘട്ടം വരെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ നടി ഉൾപ്പെടെ കൊടുത്ത ഹർജികൾ തള്ളിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൃത്യമായി ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടു. ഗവൺമെൻറ്റിന് ഈ കമ്മീഷനെ നിശ്ചയിക്കുന്ന കാര്യത്തിലും തുടർന്ന് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും എല്ലാം കർശനമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതിലേറ്റവും പ്രധാനമായും കാണേണ്ടത് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ഇടയായ സാഹചര്യം ഉൾപ്പെടെ നമുക്കറിയാം. ഒരു പ്രമുഖ നടനാൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ കേസിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു.
അതിൽ പ്രതികളായ ആളുകൾ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അത്രയും ശക്തമായ നിലപാട് കേരളത്തിൽ കണ്ടു. മാത്രവുമല്ല, ഇവിടെ UDFൻ്റെ ആളുകളെല്ലാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് അവിടെ ജയിലിൻ്റെ മുന്നിൽ പോയി ഈ പറഞ്ഞ ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരന് വേണ്ടി കരയുകയും വേട്ടക്കാരന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകളെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ മുതലക്കണ്ണീരുമായി ഇറങ്ങുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഈ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള നടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യ സ്വീകരണം കൊടുത്തത് ആലുവ നഗരസഭയാണ്. അതിനകത്ത് അവിടെ ആ സ്വീകരണത്തിൽ ജബി മേത്തർ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സജീഷ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശരി, പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയാണ് ഇപ്പോൾ സജീഷ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാല പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം ഭരണത്ത് വെച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. പക്ഷേ വേട്ടക്കാർക്കൊപ്പം നിന്ന ചരിത്രമാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് മറുവാദം. മറുപടി പറയുക. സജീഷ് കേൾക്കുന്നില്ലേ? ഞാനൊന്ന് ചാമക്കാലയിലേക്ക് പോട്ടെ. ഞാൻ അതിലേക്ക് വരാൻ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയൂ. ഇവിടെ സജീഷ് കേൾക്കുന്നില്ല തന്നെ കാണുമല്ലോ. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ മ്യൂട്ട് ചെയ്താൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ കമ്മിറ്റി രൂപീകൃതമായതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഒരു പ്രമുഖ നടിക്കെതിരെ ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നതും അത് സമൂഹത്തിൽ വളരെ ചർച്ചയാകുന്നതും. ആ ചർച്ചയാകുന്നതിന് ഏറ്റവും പ്രധാനമായി മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളുടെ പേര് PT തോമസ്. രാഷ്ട്രീയം പറഞ്ഞ് ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് കരുതിയതല്ല. PT തോമസിന്റെ സമയബന്ധിതമായ ഇടപെടലിനെ തുടർന്നാണ് ഇത് പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായി വരുന്നത്. അപ്പോൾ 2017 ഫെബ്രുവരി 17-ാം തീയതി നടന്നൊരു സംഭവത്തെ സംബന്ധിച്ച് അതിനെ തുടർന്ന് WCC ഫോം ചെയ്യപ്പെടുന്നു. WCC ഫോം ചെയ്ത് 2017 മെയ് മാസം 18-ാം തീയതി അവർ മുഖ്യമന്ത്രിയെ കാണുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ജൂലൈ മാസത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹേമ കമ്മിറ്റി അന്വേഷണം ആരംഭിക്കുന്നു. 2017 നവംബർ 1-ാം തീയതിയാണ് WCC കൃത്യമായി അവരുടെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്, അഥവാ ഒരു ഫ്രെയിം വർക്കിൽ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. ഏതായാലും പോട്ടെ, 2019 ഡിസംബർ മാസം 31-ാം തീയതി ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2019 ഡിസംബർ മാസം 31-ാം തീയതി ഒരു കമ്മിറ്റി, സർക്കാർ ചിലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അഥവാ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ there ends the matter. പിന്നെ ആ കമ്മിറ്റിക്ക് യാതൊരു ബാധ്യതയുമില്ല സർക്കാരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കമ്മിറ്റിയിലെ അംഗങ്ങളും ഞാനും സ്മൃതിയും ഒക്കെ ഒരേ തരക്കാരാണ്. നമുക്ക് എല്ലാ ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. എല്ലാവർക്കും ഒരേ വിലയാണുള്ളത് അവരുടെ എല്ലാ അഭിപ്രായത്തിനും. അതിനുശേഷം ഈ പറയുന്ന 2020 ഫെബ്രുവരി മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി കൊടുത്തു എന്ന് പറയുന്ന കത്തുമായി ബന്ധപ്പെട്ട് ആ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അത്തരത്തിലൊരു കത്ത് കൊടുക്കേണ്ട സാഹചര്യം തന്നെ ഇല്ല. ആ കത്ത് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ റെഫർ ചെയ്യേണ്ടി വന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യേണ്ടി വന്നതിലെ ദുരൂഹത പോലും നമ്മളിപ്പോൾ ഈ തരുണത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും അവർ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ്. മനസ്സിലാക്കുന്നത് മൊഴിയെടുക്കുമ്പോൾ കാണിച്ച സൂക്ഷ്മത അത് അതിന്മേൽ നടപടിയെടുക്കുമ്പോഴും പാലിക്കണം എന്ന ഉറപ്പ് നേടുകയാണ് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ മാത്രമാണ് ആ കത്തയച്ചത് എന്നതുകൊണ്ട് തന്നെ അത് കമ്മിറ്റിയുടെ രൂപത്തിലേക്ക് വരുന്നുമില്ല. അതെ, കമ്മിറ്റി പോയിന്നേ. കമ്മിറ്റി ഡിസംബർ മാസം 31-ാം തീയതി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതോടെ തന്നെ കമ്മിറ്റിയുടെ സാധ്യത കഴിഞ്ഞു. ജസ്റ്റിസ് ഹേമ ഇത്തരത്തിലൊരു കത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അങ്ങനെ അവർ പറഞ്ഞാൽ കേൾക്കേണ്ട സർക്കാരല്ല. സർക്കാരിനെ സംബന്ധിച്ച് ഡിസംബർ മാസം 31-ാം തീയതി കൈപ്പറ്റി. ആരാ കൈപ്പറ്റിയത്? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമാണ് ആ റിപ്പോർട്ട് കൈപ്പറ്റിയത്. അപ്പോൾ സർക്കാരിന്റെ കയ്യിലേക്ക് ഇത്തരത്തിൽ കോടികൾ ചെലവാക്കിയ, അല്ലെങ്കിൽ 1,06,50,000 രൂപ ചെലവാക്കി ഈ റിപ്പോർട്ട് ഉണ്ടാക്കി അത് സർക്കാരിന്റെ കൈവശം ഹാൻഡ് ഓവർ ചെയ്തത് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കാണിച്ചല്ലോ. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ, ആ നിമിഷം മുതൽ ആ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യപ്പെടേണ്ടത് സർക്കാരാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി വായിച്ച് അപ്പോൾ തന്നെ തീരുമാനം എടുക്കണമെന്നോ, അല്ലെങ്കിൽ അന്നത്തെ എന്താ പറയുന്നത് നമ്മുടെ AK ബാലൻ, പക്ഷെ അവർ അതിന്മേൽ നടപടി എടുക്കുന്നു. സംസ്ഥാനത്തെ ഏതെങ്കിലും ബോഡികൾ അല്ലെങ്കിൽ സർക്കാർ അതിന്മേൽ നടപടി എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും ഉണ്ട്. അത് നടന്നിട്ടില്ല.
പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണെന്നാണ്. എത്ര പച്ചയായ കള്ളമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് 2019 ഡിസംബർ മാസം 31 ഇവിടെ വിൻസെന്റ് എം പോളിന്റെ ഇത്തരത്തിൽ ഇതിന്റെ സ്വകാര്യത ലംഘിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ഒരു ഓർഡർ വരുന്നത്, ഒരു ഉത്തരവ് വരുന്നത് 2020 ഒക്ടോബർ മാസം 22 മാത്രമാണ്. 2020 ഒക്ടോബർ മാസം 22 2020 ഒക്ടോബർ മാസം 22 അത്തരത്തിലൊരു ഉത്തരവ് വരുന്നത് വരെ ഏത് നിമിഷവും ഒരു തടസ്സവും ഇല്ലാതെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 11 മാസം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇത്തരത്തിൽ പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകളുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണെന്ന് ആരും ചോദിച്ചു പോകും. സ്വാഭാവികമാണ്. ഇപ്പൊ പറയുന്നത് എന്താ, ഒരു നടൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ തിരിച്ചൊന്നിച്ചു, എന്നെ കൊണ്ട് വടി കൊടുത്താടി മേടിക്കാന്നൊക്കെ പറയും. ഞാൻ സജീഷിനോട് ചോദിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ ആത്മയുടെ പ്രസിഡന്റിനെ കുറിച്ച് സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ 15 അംഗ സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ KB ഗണേഷ് കുമാറാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴോ സർക്കാരിന്റെ കൈവശമുള്ളപ്പോഴോ KB ഗണേഷ് കുമാർ മന്ത്രിയല്ലല്ലോ. ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം കിട്ടിയതിനു ശേഷം, ഈ റിപ്പോർട്ടിൽ KB ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്ത മുഖ്യമന്ത്രി അപ്പോ സജീഷ് എന്ത് പറയും? അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുകയല്ലേ. ഈ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശം കിട്ടിയതിനു ശേഷം KB ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചാൽ സജീഷെ എൻ്റെ അടുത്ത് ഈ ചോദിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാൾ ജയിലിൽ കിടന്ന് ഇറങ്ങി വന്നു, അവിടുത്തെ ജനപ്രതിനിധികൾ കാണാൻ പോയി, തെറ്റാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, റിപ്പോർട്ടിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷവും അദ്ദേഹത്തെ മന്ത്രിയാക്കി. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമാ വകുപ്പ് കൊടുക്കാൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു? കാരണം ഇത് ഇത്രയും ബോധ്യമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയേ മാറൂ എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ നിങ്ങൾ വേട്ടക്കാരോടൊപ്പമാണോ ഇരയോടൊപ്പമാണോ? ഞാൻ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗൗരവമുള്ള കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കൈവശം കിട്ടിയാൽ സർക്കാരിനെ സംബന്ധിച്ച് സഡൻ ആക്ഷൻ എടുക്കണം. എടുക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ വകുപ്പുകളെല്ലാം അട്രാക്ട് ചെയ്യുന്ന ക്രൈം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇതിന്മേൽ അടയിരുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഇരകളെ മറന്നുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുകയാണ്. ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരാണ്. അതെ, ഞാനൊന്ന് WCC പ്രതിനിധി ഡോക്ടർ സംഗീത ജനചന്ദ്രനിലേക്ക് പോകുന്നു. സംഗീത, ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നടപടി എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ഇപ്പോൾ എന്തൊക്കെ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതിൽ പറയുന്നത് ഒരു കോൺക്ലേവ് ആണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഈ കോൺക്ലേവ് ഈ സിനിമാ സെറ്റിൽ ചായ കൊടുക്കുന്നവർ തൊട്ട്, ചായ എടുത്തു കൊടുക്കുന്ന ആളുകൾ തൊട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കോൺക്ലേവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ കോൺക്ലേവിൽ ആരോപണ വിധേയരും എത്തും. അങ്ങനെ ഒരു കോൺക്ലേവ് ആണോ ഇതിൽ ആദ്യം നടത്തേണ്ടത്? അതാണോ WCCയുടെ അഭിപ്രായം? താങ്ക് യു സ്മൃതി. ഈ ചർച്ചയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഓണർ ടു റെപ്രസെൻറ്റ് ദ മൂവ്മെൻറ്റ് ആൻഡ് ബി ആർ ആക്ച്വലി. കോൺക്ലേവിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് സംസാരിച്ചത് കേട്ടു. അതിനു മുമ്പേ ഐ വോണ്ട് ടു ബ്രിങ് ദ ഫോക്കസ് ബാക്ക് ടു ഫ്യൂ തിങ്സ്. 2017 മുതൽ ഇന്ന് 2024 വരെ WCC വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആസ് എ മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ പഠനങ്ങളുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴാണല്ലോ അതിൻ്റെ ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും എല്ലാം പുറത്തു വന്നിട്ടുള്ളത്. പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. WCCയുടെ ഇനീഷ്യേറ്റീവ്സ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഫോക്കസ്, അത് സദേൺ ഫിലിം ഇൻഡസ്ട്രിയിലെ ജെൻഡർ ഇംബാലൻസസിനെയും ജെൻഡറിനെ സ്പെസിഫിക്കലി സ്റ്റഡി ചെയ്ത വിമൻ ഷേപ്പിംഗ് ദ നെറേറ്റീവ് ഇൻ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആ റിപ്പോർട്ട് WCCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ 2-3 വർഷം മുമ്പേ 2021 ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മൾ കൾച്ചറൽ മിനിസ്ട്രിക്ക് ഒരു
ഡീറ്റെയിൽഡ് സിനിമ പോളിസി റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ പോളിസി റെക്കമെൻഡേഷൻസ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പെർട്ടിനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള റെക്കമെൻഡേഷൻസും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോളിസി, സിനിമ പോളിസി റെക്കമെൻഡേഷൻ കളക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റഡികളും ഒരുപാട് ഡേറ്റ കളക്ഷനും ഒരുപാട് സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നെക്സ്റ്റ് സ്റ്റെപ്സിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ഇനി ചെയ്യേണ്ടത് ഇംപ്ലിമെൻറ്റേഷനിലാണ്. സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇംപ്ലിമെൻറ്റേഷൻസ് ആണ് വേണ്ടത്. ചർച്ചകൾ ഒരുപാടായി. നമ്മൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ചർച്ച തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. അത് ഐ ജെനുവിൻലി ഹോപ്പ് അത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്കും ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്കും അത് പോകുമെന്ന്. സംഗീത, ഇപ്പോൾ ഒരു നിയമമടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് സിനിമാ നിയമം അത് ആലോചിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട ഈ മൊഴികൾ നൽകിയതിൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നത് അതിൽ അതിക്രൂരമായ സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസുകളുണ്ട്, പോക്സോ കേസുകൾ അടക്കം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ഏതൊരു തൊഴിൽ മേഖലയിലും പോഷ് നിയമമുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ബാധകമാകാത്തൊരു തൊഴിൽ മേഖലയാണ് സിനിമ എന്നാണോ കരുതേണ്ടത്? സർക്കാരിൻ്റെ പക്കൽ യഥാർത്ഥത്തിൽ ഉള്ള തെളിവുകൾ, മെറ്റീരിയൽ എവിഡൻസ് അടക്കമുണ്ട്. അപ്പോൾ ആ തെളിവുകളിൽ സർക്കാർ ഒന്നും ചെയ്യേണ്ട എന്ന് WCC ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇതിലിപ്പോൾ ഇരകളുടെ പേര് പുറത്തു വരരുത്, ഇരകൾ സുരക്ഷിതരായിരിക്കുക, അവർക്ക് അവിടെ സ്വൈരമായി പണി ചെയ്ത് പോകാനുള്ള അന്തരീക്ഷമൊരുക്കുക, ഇത് നിങ്ങൾ ഒരു വശത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ കുറ്റക്കാർക്കെതിരെ നടപടി വേണ്ടേ സംഗീത? കുറ്റക്കാർക്കെതിരെ നടപടി വേണ്ടേ എന്നുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ കേൾക്കുന്നത്. ഐ ബിലീവ് ദാറ്റ് പേഴ്സണലി അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനമാണ്. അത് ലീഗലി മൂവ് ചെയ്യണോ, പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണോ എന്നുള്ളത്. നമ്മൾ ഉറപ്പാക്കേണ്ടത് ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ സിനിമ എന്ന തൊഴിൽ മേഖലയിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത് എന്ന് തോന്നുന്നുണ്ട്. 2017 WCC ഫോം ചെയ്ത ആ ഒരു സമയത്ത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി, അതായത് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഇല്ലാതെ ഫങ്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമകൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കണം, വിച്ച് വിൽ ഡയറക്ട്ലി ബ്രിങ് ദ മൂവി അണ്ടർ ദ പെർവ്യൂ ഓഫ് പോഷ് ആക്ട്, 2013 പോഷ് ആക്ട്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നതും കൂടെ വേണമല്ലോ. അതിന് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം. പിന്നെ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ടെക്നിക്കൽ മേഖലകളിൽ അഭിനയിക്കാൻ മാത്രമല്ലല്ലോ സ്ത്രീകൾ വരുന്നത്. ദർ ആർ മെനി അതർ വെർട്ടിക്കൽ. സിനിമയിൽ തന്നെ ഇപ്പം ഞാൻ തന്നെ സിനിമയിൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എത്ര വളരെ മൈനോറിറ്റിയാണ് ടെക്നീഷ്യൻസ്, വിമൻ ടെക്നീഷ്യൻസ് ഇവിടെ ഉള്ളത്. ഒരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റാബേസ് പോലും നമുക്കില്ല, സംഘടനകളിലില്ല. ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ സ്ത്രീകളുടെ മെമ്പർഷിപ്പ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കളക്റ്റീവിൽ തന്നെ ഭാഗമായ ഒരു മെമ്പർക്ക് വളരെ റീസെൻ്റ് ആയിട്ടാണ്, വർഷങ്ങളായിട്ട് സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അവർക്ക് വളരെ റീസെൻ്റ് ആയിട്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിൽ ഒരു കാർഡ്, ഒഫീഷ്യൽ മെമ്പർഷിപ്പ് കിട്ടിയത്. ഇപ്പം ഞാൻ ഒരു മെമ്പർഷിപ്പ്, എനിക്ക് ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ല. കാരണം സിനിമയിൽ ഇതുവരെ മാർക്കറ്റിംഗ് എന്നുള്ളൊരു വെർട്ടിക്കൽ നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു വെർട്ടിക്കലേ ഇല്ല. സോ ഒരുപാട് ബിയോണ്ട് ഈ ഒരു നമ്മൾ ചർച്ച ചെയ്യുന്ന ആര് എന്ത് ചെയ്തു, പേരുകൾ എന്നുള്ളതിനൊക്കെ മീതി റെലവൻ്റ് ആയിട്ടുള്ള പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ബേസിക് സിനിമ സെറ്റുകളിലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഫുഡ്, സേഫ്റ്റി, സേഫായിട്ടുള്ള പ്ലേസസ്, ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ക്വാളിറ്റി, ഹൈജീൻ, അതുപോലെ ഫെയർ പേ. ഒരു ബേസിക് എഗ്രിമെൻറ്റ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട്. എഗ്രിമെൻ്റ് എത്ര പേര്, മെയിനായിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ അല്ലാതെ എത്ര പേര് സപ്പോർട്ടിംഗ് ക്രൂവിൽ പോകുന്ന ആളുകൾക്ക് ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള പല കാരണങ്ങൾ, പ്രഗ്നൻസി, ചൈൽഡ് കെയർ, ബാക്കി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിനുള്ള എന്തെങ്കിലും അലവൻസ്, സപ്പോർട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇടപെടലുകൾ ഉണ്ടാവുക. അതുപോലെ 30%-ലധികം സ്ത്രീ
ക്രൂ ഉള്ള ആളുകളാണെങ്കിൽ ആ സിനിമകൾക്ക് സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ 2019 ആണല്ലോ നമ്മൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, നമ്മൾ 2024 ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കണ്ട ഒരു ചെറിയ റേ ഓഫ് ഹോപ്പ് എനിക്ക് തോന്നിയത് KSFDC കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സംവിധായകർക്ക്, സ്ത്രീ സംവിധായകർക്ക്, ഐ ജെനുവിൻലി ഡിസ്ലൈക്ക് യൂസിങ് ദ വേർഡ് ദർ ആർ ഓൺലി ഫിലിം മേക്കേഴ്സ്, ജെൻഡർ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റിൽ സ്ത്രീകൾ സംവിധാനം ചെയ്യുന്ന സിനിമകൾ KSFDC നിർമ്മിച്ച് കുറേ സിനിമകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളും അയണിങ് ഔട്ട് പ്രോസസ്സസിൻ്റെയും റിക്വയർമെൻറ്റ് ഉണ്ട്. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ. ചർച്ചേനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വേ ഫോർവേഡ് എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈൻഡിങ്സ് ഓൾറെഡി വന്നു, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ പ്രശ്നങ്ങൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ, ഇനി വരുന്ന ജനറേഷനിലുള്ള ആൾക്കാർക്ക്, ഇനി സിനിമ ഒരു തൊഴിലിടമായിട്ട് വരുന്ന ആളുകൾക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഒരു നോർമൽ ജോലി നമ്മളൊരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ പോകുമ്പോൾ ഉള്ള പോലെ ഒരു HR പ്രോസസ്സോ, ഒരു അഗ്രിമെൻറ്റ് സൈനിങ് പ്രോസസ്സോ, ഒരു വർക്ക് സേഫ്റ്റി, പേയ്മെൻറ്റ് സേഫ്റ്റി, ഫിസിക്കൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ സേഫ്റ്റി ഉറപ്പാക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളും ഇല്ലാത്ത രീതിയിൽ ഇതുവരെ സിനിമാ മേഖല പ്രവർത്തിക്കുന്നു. അതിന്മേലാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇതിനകം ലഭിക്കുകയാണ്. അതുകൂടാതെ ആദ്യം തന്നെ ഒരു കോൺക്ലേവ് നടത്തുക എന്ന ആലോചനയ്ക്ക് സർക്കാർ പോകുമ്പോൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയാണോ നടത്താൻ പോകുന്നത്, അതോ ഒരു ഒത്തുതീർപ്പ് ചർച്ചയാണോ എന്ന സംശയം ഉയരുകയാണ്. WCC ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയതിനപ്പുറം ഒരു ശക്തമായ പ്രതികരണം, ഒരുമിച്ചുള്ള ഒരു വാർത്താ സമ്മേളനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സർക്കാരിനെ WCC കാണാൻ പോകുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആലോചനകളുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ധന്യ. നോക്ക്, ഞാനൊരു WCC അംഗമല്ല. ഞാനിപ്പോ കുറച്ചു നേരം മുമ്പ് ഒരു ഇന്റർവ്യൂ നടത്തിയത് അത് WCC അംഗമായി പാർവതി തിരുവോത്തായി. പാർവതിയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് ഈ കോൺക്ലേവ് തീർച്ചയായിട്ടും ആക്സെപ്റ്റബിൾ അല്ല. ആ പറഞ്ഞ കാരണങ്ങളോട് ഞാൻ യോജിക്കുന്നു. എന്തെന്നാൽ എനിക്കൊന്ന് സംഗീതം ഇത് പറഞ്ഞിട്ടുണ്ടാവും, സിനിമ പോളിസി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് WCC 2021 അന്ന് കൾച്ചർ മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്തിരുന്നു. ഇത് ഗവൺമെന്റ് തന്നെ ചോദിച്ചതാണ്. എല്ലാ അസോസിയേഷൻസിനോട് ഗവൺമെന്റ് ചോദിച്ചു എന്താണ് ഒരു സിനിമയിലെ പ്രതിസന്ധികൾ, അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന്. അപ്പൊ അവർ അത് പഠിച്ച് എന്തൊക്കെയാണ് പ്രതിസന്ധി, അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കൃത്യമായ ഒരു ഡോക്യുമെന്റ് അവർ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മറ്റ് അസോസിയേഷൻസും കൊടുത്തിരിക്കും. ഇപ്പൊ സ്ത്രീകളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സൊല്യൂഷൻസ് എന്താണ് എന്ന് WCC ഓൾറെഡി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ചർച്ച വിളിച്ച്, അതും ആ കോൺക്ലേവിൽ ആരാണ് വരാൻ പോകുന്നത്, AMMA പോലെ നമ്മൾ എല്ലാവരും പല പ്രാവശ്യമായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ ഈ സിദ്ദിഖ്, എനിക്കൊന്നും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആണെന്ന്, അദ്ദേഹം ശരി റിപ്പോർട്ട് പഠിക്കാൻ സമയം വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതല്ലാതെ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം പ്രയോറിറ്റി ഞങ്ങളുടെ സ്റ്റേജ് ഷോ ആണെന്നും പറയുന്നു. അപ്പൊ അതായത് ഇത്ര ലാഘവത്തോടെയാണോ ഈ റിപ്പോർട്ട്? ഞങ്ങൾ ഈ AMMA എന്ന ഓർഗനൈസേഷനിൽ ഒരാൾ പോലും ഇല്ലേ ഒന്ന് മാറി നിന്ന് ഈ റിപ്പോർട്ട് പഠിച്ച് പറയാൻ? എല്ലാവരും തന്നെ സ്റ്റേജ് ഷോന് പോയിരിക്കുകയാണോ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഓബ്വിയസ്ലി ഈ കംപ്ലൈന്റ് ചെയ്ത സ്ത്രീകളിൽ പലവരും നെയിം ചെയ്ത പെർപെട്രേറ്റേഴ്സ് എല്ലാവരും ഈ സംഘടനകളുടെ ഭാഗമായിരിക്കാം. അവരെല്ലാവരും ഈ ചർച്ചകൾക്കും വരാം. അപ്പൊ അതിന്റെ ഒരു ഓപ്റ്റിക്സ് തന്നെ ശരിയല്ല അല്ലെ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്. പിന്നെ ഓൾറെഡി സർക്കാരിന് മുന്നിൽ ഈ ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ് എന്തുകൊണ്ടാണ് സർക്കാർ ഉപയോഗിക്കാത്തത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഈ 4.5 വർഷം അനങ്ങിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ഞാൻ ആക്ച്വലി മന്ത്രി സജി ചെറിയാന്റെ പല ഇന്റർവ്യൂസും 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര് പറയാണ് ഈ റിപ്പോർട്ട് ഒരിക്കലും എന്താണ് ബറി ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. പക്ഷെ 2 കൊല്ലം മുമ്പ് ഇതേ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഞങ്ങൾക്ക് ഒരു ഇന്റൻഷനും ഇല്ല എന്ന്. ഇപ്പൊ 2021 കൊടുത്ത ഈ വിമൻ സിനിമ പോളിസി എന്ന് പറയുന്നത്, അന്ന് എനിക്ക് തോന്നുന്നു 2022 ഒരു 1 പേജർ ഇറക്കിയിരുന്നു ഗവൺമെന്റ്. ഇത് ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് പറഞ്ഞ് ഒരു 1 പേജ് ജൂൺ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 2022 ഒരു ഡോക്യുമെന്റ് ഇറക്കിയിരുന്നു. അന്നും ഇതേ മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് 2-3 ബ്യൂറോക്രാറ്റ്സും
തിരുവോത്തും മന്ത്രിയൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി തീരുമാനിക്കും ഈ റെക്കമെൻഡേഷൻസിനെ എന്താണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ 2 വർഷമായി. ആ കമ്മിറ്റി എന്താണ് ചെയ്യുക? കമ്മിറ്റിയോ ഏതൊരു വാക്കന്ന് ഉപയോഗിച്ചത്, ഒരു പാനൽ ഉണ്ടാകും, ആ പാനൽ ഒരു കൾച്ചർ സെക്രട്ടറിയും മന്ത്രിയൊക്കെ ഉണ്ടാവുമെന്ന്. ആ പാനൽ എന്ത് സംഭവിച്ചു? അവർ ഈ ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പഠിച്ചു. അപ്പൊ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു, പിന്നീട് അതിന്മേലെ ചർച്ച, അതിന്മേലെ വേറെ ചർച്ച, പിന്നീട് ചർച്ച. ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആരെ? ഇതൊക്കെയാണ് നമ്മുടെ ഉള്ള പ്രശ്നം. ശരി, രാഹുൽ ഈശ്വർ, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണ്, സിനിമയിൽ സജീവമല്ലാത്തവരെ പറഞ്ഞു പഠിപ്പിച്ച് പറയിച്ചതാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത്? അതിനോടുള്ള സിനിമാ മേഖലയിലെ സജി നന്ദിയാട്ട്, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി എടുക്കുന്ന നിലപാടാണ്. ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് ഇനി സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നത്. തീർച്ചയായും അവരെയും കൂടെ വിളിക്കണ്ടേ? അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എല്ലാവരും ഒരേ രീതിയിലുള്ള കാഴ്ചപ്പാടുകളെ വിളിച്ചാൽ കോൺക്ലേവ് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഈ വ്യത്യസ്തതയെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതല്ലേ നോക്കട്ടെ. 2, എനിക്ക് വേണമെങ്കിൽ എനിക്ക് ശ്രീ മുഖ്യമന്ത്രിയോടോ CPM-നോടോ യാതൊരു രാഷ്ട്രീയ അനുഭവം ഇല്ലാത്ത വ്യക്തിയാണ്. രാഷ്ട്രീയ ആയുധമെടുത്ത് അവരെ വടിയായിട്ട് അടിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എന്റെ മാന്യതകേടാണ്. ഈ വ്യത്യസ്ത അഭിപ്രായക്കാരിൽ പോക്സോ കേസ് പ്രതികളും സ്ത്രീ പീഡകരും ഒക്കെ വരട്ടെ അല്ലേ? എല്ലാവരും വരട്ടെ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസ് പ്രതികൾ ഉണ്ടെന്നുണ്ടോ? അറിയില്ല. ഗേൾസ് എന്ന് പറയുന്നുണ്ട്, അറിയില്ല. സർക്കാരിനറിയാം. പുറത്തു വരാത്ത രേഖകൾ സർക്കാരിന്റെ പക്കലുണ്ട്. പറഞ്ഞ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, പുറത്ത് ചർച്ചയുണ്ടാക്കാനും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ നിലപാട് നോക്കൂ, ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ നിലപാട് നോക്കൂ, രേവതി മാഡത്തിന്റെ നിലപാട് നോക്കൂ, അല്ലെങ്കിൽ സുരേഷ് ഗോപിന്റെ നിലപാട് നോക്കൂ. സുരേഷ് ഗോപിക്ക് ശ്രീ പിണറായി വിജയനോട് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിട്ടാണോ? എന്തുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നു? അതാണ് മാന്യത, അതാണ് ഒരാളുടെ നന്മ. ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെ അഡ്രസ് ചെയ്യണം എന്ന നല്ല രീതിയിൽ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനുവേണ്ടിയല്ലേ കോൺക്ലേവ് നടത്തുന്നത്? അതിനുവേണ്ടി സിനിമാ നയം, നിലപാട്, അല്ലെങ്കിൽ പുതിയ നിയമം, ഇത്തരം കാര്യങ്ങളല്ലേ. ഈ സിനിമാ നയമൊക്കെ നേരത്തെ തന്നെ ഒരു ആവശ്യമായി WCC മുന്നോട്ട് വച്ചിരുന്നതാണ്. അതിന്മേലൊരു കരട് പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഇനിയും ചർച്ച. അതെന്താണ്? ഇനിയല്ലേ ചർച്ച വേണ്ടത്, ഇനിയല്ലേ കോൺക്ലേവ് വേണ്ടത്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വന്നു, പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പെട്ടെന്നോ 4.5 വർഷം കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം തടയണം, മദ്യം അടക്കമുള്ള കാര്യങ്ങൾ തടയണം, പെട്ടെന്ന് നടക്കും. പേ പാരിറ്റി അല്ലെങ്കിൽ സെയിം ശമ്പളം അപ്രായോഗികമായ ആശയമാണ്. അത് CM പറയുകയും ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ പോലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പുരോഗമനക്കാരുടെ കയ്യടി മേടിക്കാതിരിക്കാൻ എങ്ങനെ പറയാൻ കഴിയുന്നു? അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഒരു പേ പാരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് അപ്രായോഗികമാണ്. അപ്പൊ പോസിറ്റീവായി എന്തൊക്കെ ചെയ്യാം, പോസിബിളായി എന്തൊക്കെ ചെയ്യാം? സിനിമാ മേഖലയിൽ നന്നാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയല്ലേ നമ്മൾ പോകേണ്ടത്. പകരം സിനിമാ മേഖലയെ കരിവാരിപ്പിച്ച് ഇതൊരു അധോലോകമാണെന്നും മാഫിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതിനെ താങ്കൾ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. ഞാൻ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ അത്ര സജീവമില്ല, എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അത്ര വലിയ കാര്യം, അതാണ് ഇപ്പൊ ഇത്ര വലിയ വാചകം. സൊല്യൂഷൻ സെൻട്രിക് ആയിരിക്കണം. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടിയുള്ള ജാതകം എഴുത്തായിരിക്കണം ഹേമ കമ്മിറ്റി. അല്ലെങ്കിൽ പഴയ കാലത്തിന്റെ പേരിൽ അടികൂടുകയല്ല, കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അപ്രായോഗികമാണ്. 2019 ജിതേന്ദ്രക്കെതിരെ കേസ്. പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. രാഹുൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജിതേന്ദ്രക്കെതിരെ കേസ് കൊടുത്തു. അവസാനം കോടതി പറഞ്ഞത് അബ്സോർഡ് ആണ്, ഇത് തോന്നിയാസാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് കോടതി ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി പറയുകയുണ്ടായി. 48 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മീറ്റു അലിഗേഷൻ വന്നപ്പോ ജിതേന്ദ്രക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു. 48 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുള്ള കാലഘട്ടമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ എങ്ങനെ നടന്ന പ്രശ്നങ്ങളെ വീണ്ടും ഇന്നിലേക്ക് കൊണ്ടുവന്ന് അടികൂടാനാണോ നമ്മൾ നോക്കേണ്ടത്? അവിടെയാണ് പാർവതി എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനവും ആദരവും ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. പക്ഷെ പ്രാക്ടിക്കലായി കോൺക്ലേവിനെ അംഗീകരിക്കും, സ്റ്റെപ്സിനെ കൊണ്ടുവരികയും ഇപ്പൊ നല്ലൊരു മൂഡുണ്ട്, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഈ 15 അംഗ സംഘത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? പവർ ലോബിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ പവർ ലോബി വർഷങ്ങൾക്ക് മുമ്പുള്ളവരല്ല, ഇപ്പോഴും തുടരുന്നവരാണ്. അതിലൊരു മന്ത്രിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നത്, ഒരു സംവിധായകൻ പറയുന്നത്. വിനയൻ മാത്രമല്ല തിലകന്റെ മകളും പറഞ്ഞു.
അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യല്ല. ഇല്ല, ഇതിൽ പോക്സോ കേസ് പ്രതികളുണ്ടെങ്കിൽ ലൈംഗികാതിക്രമം നടത്തിയവരുടെ അവരുടെ പേര് പുറത്തു വരണേ, അവരുടെ പേര് പുറത്തു വരണം. പോക്സോ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരിവാരി തേക്കുമ്പോൾ ഇതുവരെ വിജയിച്ച നടിമാരെല്ലാം അല്ല താങ്കൾ തന്ത്രമൊക്കെ നല്ലതാണ് രാഹുൽ. ഇവിടെ ആരെയും അടച്ചാക്ഷേപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അടച്ചാക്ഷേപിക്കാതിരിക്കാൻ എങ്ങനെയാണ് ഇത് ക്ലിയർ ആവുക, എങ്ങനെയാണ് ഇത് വ്യക്തമാവുക? ഇല്ലില്ല, കുറച്ചു പേരേ ഉള്ളൂ ചെയ്തിട്ടുള്ളെങ്കിൽ, കുറച്ചു പേർ മാത്രം പ്രതികളായിട്ടുള്ള ഈ സംഭവത്തിൽ ആ പേരുകൾ പുറത്തു വന്നാൽ ബാക്കി നിരപരാധികൾക്ക് സമാധാനിക്കാമല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ കൂടി മോശക്കാരാകുന്നു എന്നാണ് നിരപരാധികൾ പറഞ്ഞത്. അവർ മോശക്കാരാകണ്ടെന്നേ, മോശക്കാർ മാത്രം പുറത്തു വരട്ടെ. മോശക്കാർക്ക് വേണ്ടി ഇത്ര ശബ്ദത്തിൽ സംസാരിക്കില്ലേ രാഹുൽ? ഇവർ ആരോപികൾ മാത്രമല്ലേ, ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഇതിന് കൗണ്ടർ കാണില്ലേ? നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമല്ലേ ഇത്? കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ രണ്ടുപേരുടെ മൊഴി എടുക്കാനുള്ള വകുപ്പുണ്ട്. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്, കമ്മീഷൻ റിപ്പോർട്ട് അല്ല. അപ്പോൾ മറുഭാഗത്തിന് നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈ ചെയ്തിട്ടില്ലേ? അവർക്ക് ഇതിനൊരു കൗണ്ടർ കാണില്ലേ? കൺസെന്റോടുകൂടിയാണ് കാണില്ലേ? രണ്ട് കേസുകൾ നോക്കൂ, ഞാൻ പേര് പറയുന്നതിന് പഠിക്കുന്നില്ല. വിജയബാബു, ഓമർ ലുലു, രണ്ടുപേർക്കുമെതിരെ കേസുകൾ വന്നപ്പോൾ കോടതിയിൽ എടുത്ത സമീപനം എന്താ? കൺസെന്റോടുകൂടി ഇവരോടൊപ്പം പോയി കുറെ കാലം കഴിഞ്ഞില്ല. താങ്കൾ ഓരോരോ കേസുകളായി എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരോ കേസിലായിട്ട് എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുഴുവൻ കളവാണെന്നും അത് ചിലരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും സജി നന്ദിയാട്ടിനെ പോലുള്ള ഫിലിം ചേംബർ പ്രതിനിധി പറയുമ്പോൾ അവരുടെ നിലപാട് എന്താണ്? അവരെ വിളിച്ചു വരുത്തിയിട്ടാണോ ഇത് ഈ ശുദ്ധീകരണം നടത്താൻ പോകുന്നതെന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. ഞാൻ ഒന്ന് പ്രേംചന്ദിലേക്ക് പോവുകയാണ്. ഇതെന്താണ് മ്യൂട്ടാവുന്നത്? This is not universal. ഹേമ കമ്മിറ്റി തുടങ്ങുന്ന ആദ്യ പേജുകളിലെ വരിയാണ്. Let me start with the caveat that these things are not universal. ഇത് സാർവത്രികമാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകളെ ബഹുമാനിക്കുന്നവരുണ്ട്, നല്ലവരുണ്ട്. നടൻ 10,000-കണക്കിന് ആൾക്കാർ ഈ മേഖലയിൽ ജീവിക്കുകയാണ്. നമ്മൾ ഈ മേഖലയെ അപകീർത്തിപ്പെടുത്തിയാൽ ഇൻവെസ്റ്റ്മെന്റുകളില്ല. പ്രേംചന്ദ്രനെ സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ പ്രേംചന്ദ്, സർക്കാർ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് 4.5 വർഷം അത് പുറത്തു വിടാഞ്ഞത് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. പക്ഷേ അത് അങ്ങനെയല്ല അവാചകം എന്നുള്ള കാര്യം നമുക്കറിയാം. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വ്യക്തമാക്കുകയാണ് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം ഹേമ കമ്മിറ്റി എന്നൊന്നും ഇനി നിലവിലില്ല. നിലവിൽ സർക്കാരിനാണ് ഇക്കാര്യത്തിൽ പൂർണ്ണ ചുമതല. സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നടപ്പാക്കേണ്ടത്. ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാൻ തക്ക വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ട്, തെളിവുകൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ അടച്ചു വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ്, അതാണിപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പ്രേംചന്ദ്, ശരിയാണോ? ഒന്നും പറയാൻ തോന്നുന്നില്ല സ്മൃതി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാളെ ഈ കേരളത്തിലെ സകല ചാനലുകളിലും വിളിച്ചു വരുത്തി പീഡകർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസംബന്ധങ്ങൾ പറയാൻ ഇത്രയും സ്പേസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകളെ പറ്റിയിട്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത്തരം അസംബന്ധങ്ങൾ രാഹുൽ ഈശ്വറിനെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അയാൾ ആരാണ് ഇത്തരം ചാനലുകളിൽ വന്നിട്ട് ഈ ഇതിനെ പറ്റിയിട്ട് പറയാൻ ജസ്റ്റിഫൈ ആക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ അതിനെ ജസ്റ്റ് ശ്രീ പ്രേംചന്ദ് തുടർന്നോളൂ. ക്ഷമിക്കണം, അങ്ങ് തുടർന്നോളൂ. അയാൾ സംസാരിക്കുന്ന തന്നെയാണ് നല്ലത്. താങ്കൾ പറയൂ. സിനിമാ മേഖലയിൽ 7 വർഷമായി ആക്രമികളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വാസ്തവങ്ങൾ പോലും മുക്കിക്കളയുന്ന ഈ ചാനൽ സംസ്കാരത്തിനെതിരെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. എനിക്കൊന്നും പറയാനില്ല. ഇത്ര കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെതിരെ ആർക്കും ചോര തിളയ്ക്കുന്ന പോലുമില്ല.
CPM-ൻ്റെ പ്രതിനിധിക്കും ചോര തിളയ്ക്കുന്നില്ല. അത് പന്തി ഭോജനം പോലെ കൊല്ലപ്പെട്ടവരും കൊന്നവരെയും ഒക്കെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ചോറ് തീറ്റുന്ന ഒരു കോൺക്ലേവിനെ കുറിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ സ്വപ്നത്തിന് അനുപൂരകമായിട്ടുള്ളൊരു കോൺക്ലേവാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അത് ഈ ലോകത്തിലെ എല്ലാ അന്യായങ്ങളുടെയും ആഘോഷമായിരിക്കും. അന്യായങ്ങൾക്ക് അറുതി വരാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഈ ചർച്ച കാണുമ്പോൾ തന്നെ ഉറപ്പാകുന്നു. മറ്റൊന്നും പറയാനില്ല. ശ്രീ പ്രേംചന്ദ് ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കരുത്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ നാവായി വരികയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ അവരുടെ വാദങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ കണ്ടാൽ മതി. നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ ശബ്ദങ്ങളും ഉണ്ടല്ലോ. അത് നമുക്ക് ശരിയായ ശബ്ദമല്ല എങ്കിൽ കൂടി ആ ശബ്ദം ഉയരും. ആ ശബ്ദത്തിനെതിരെ കൂടുതൽ സത്യത്തോടു കൂടിയുള്ള, സത്യത്തിൻ്റെ തെളിച്ചമുള്ള പ്രതികരണം നമ്മൾ ഇപ്പുറത്ത് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഏകപക്ഷീയമായ ശബ്ദങ്ങൾ മാത്രം കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാകുന്നത്. ശ്രീ പ്രേംചന്ദ്, ആയിക്കോട്ടെ, നല്ല കാര്യം. ഇത് 7 കൊല്ലമായി കേൾക്കുന്നു. പറയൂ ശ്രീ പ്രേംചന്ദ്. ഇത് 7 കൊല്ലമായി കേൾക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ശബ്ദത്തിനും സർക്കാരിൻ്റെ ശബ്ദത്തിനും ഒരേ ഈണമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ വരുന്നതെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും നടക്കുന്നില്ല. നമ്മൾ ബാക്ക് ടു കോളം നമ്പർ 1, 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട അവസ്ഥയിൽ മലയാള സിനിമ ഏത് സാഹചര്യത്തിലാണോ നിന്നത് അവിടെ നിന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ഒരു അടൂർ കമ്മിറ്റി ഇവിടെയുണ്ട്. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ അടൂർ കമ്മിറ്റിയും മരിച്ച് കോൾഡ് സ്റ്റോറേജിൽ കിടക്കുകയാണ്. അതേ അവസ്ഥ തന്നെയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്, എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണല്ലോ ശ്രീ പ്രേംചന്ദ്. ധന്യ നേരത്തെ പാർവതി തിരുവോത്തിന്റെ പ്രതികരണം, ആ ഇന്റർവ്യൂവിലെ ചില ഭാഗം ഞാനും കേട്ടു. അതിൽ WCC എന്ന നിലയ്ക്ക് സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുക എന്നതിനപ്പുറം മറ്റൊന്നും WCCക്ക് മുന്നിൽ വഴിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അവസ്ഥയാണ്. സംഘടനയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു വഴിയില്ല. പക്ഷേ വ്യക്തിപരമായി പറയുമ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ നിലപാട്, ഈ കോൺക്ലേവ് എന്ന നിലപാടിനോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു നടി പറഞ്ഞ അഭിപ്രായമാണ്. ധന്യ എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ സ്മൃതി, എനിക്ക് രാഹുലിനോടും പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ എനിക്കും രാഹുലിനൊക്കെ ഈ റിപ്പോർട്ട് എന്താണ് എന്ന് 2 ദിവസം മുമ്പേ അറിഞ്ഞുള്ളൂ. സർക്കാരിന് ഇത് 2019 ഡിസംബർ 31 മുതൽ അറിയാം. അന്ന് മുതൽ സർക്കാരിന് എന്ത് ആക്ഷൻ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവർക്ക് വേറെ കമ്മിറ്റി രൂപീകരിക്കാമായിരുന്നു, വേറൊരു കോൺക്ലേവ് നടത്താമായിരുന്നു, അല്ലെങ്കിൽ ഇനിയൊരു ചർച്ച നടത്താമായിരുന്നു. ഇത് 4 കൊല്ലം സർക്കാർ ഒന്നും ചെയ്തില്ല എന്നതാണ് ഇവിടെ സത്യാവസ്ഥ. ഓരോ പ്രാവശ്യവും, അതായത് 2022 WCC വീണ്ടും പ്രഷറൈസ് ചെയ്യാണ് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന്. അന്നാണ് അവർ പോയി വിമൻസ് കമ്മീഷൻ ഹെഡായ സതീദേവിയെ കാണുന്നതും കൾച്ചർ മിനിസ്റ്ററെ ഒക്കെ പോയി കാണുമ്പോൾ അന്ന് പറഞ്ഞു, ശരി ഞങ്ങൾ വേറൊരു പാനൽ ഫോം ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉടനെ സർക്കാർ പറഞ്ഞു ഞങ്ങൾ കോൺക്ലേവ് കൂടാമെന്ന്. ഈ 4 വർഷം എന്താണ് സർക്കാർ ചെയ്തത്? 4 വർഷം എനിക്കും രാഹുലിനും ഇല്ലാത്ത റിപ്പോർട്ട് സർക്കാരിന് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ സജീദ് അന്ത്യത്തിനെ കുറിച്ച് എനിക്ക് ഇദ്ദേഹം ഈ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ആണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തമായ അഭിപ്രായം പറയാണ് ഇവിടെ. ഈ സജി എന്ന് പറയുന്ന ആള് ഈ ദിലീപിന്റെ കേസിന് സമയത്തൊക്കെ എത്ര സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ഒരേ ആൾ തന്നെ ആണെങ്കിൽ രാഹുലിനോട് എനിക്ക് പല കാര്യങ്ങളിലും രാഹുലിനോട് എനിക്ക് വ്യത്യസ്ത സ്റ്റാൻഡുകളുണ്ട്. എന്നാൽ രാഹുൽ സജീദ് അദ്ദേഹത്തിന്റെ അത്രയ്ക്കും ഒരിക്കലും സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാനുള്ള ഷോസിലൊന്നും. പക്ഷെ അങ്ങനെയുള്ള ആളുടെ ഒപ്പം ഇരുന്ന് ഇത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഗതികേട് WCCക്ക് വരുന്നത് തന്നെ വലിയൊരു കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, സജീഷ് കേൾക്കുന്നുണ്ടല്ലോ. സജീഷ് കേൾക്കുന്നുണ്ടല്ലോ. ഒരു സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങളുടെ രാഹുൽ സർക്കാർ സംസാരിച്ച് കോൺക്ലേവിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ WCCയിൽ നിന്നടക്കം വരുന്ന അഭിപ്രായങ്ങൾ, WCCക്കൊപ്പം നിന്നവരിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ, അതൊന്ന് സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കോൺക്ലേവ് ആലോചിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം, ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എങ്ങനെയാണ്? WCC ആവശ്യപ്പെട്ട ശേഷമാണല്ലോ. അപ്പോൾ WCCയുമായി ഒരു ചർച്ച സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നല്ലേ? ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും WCC എന്നൊരു വാക്കുച്ചരിച്ച് കേട്ടില്ല. സജീഷ്. അല്ല സ്മൃതി, ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണം. ഏതായാലും ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പലരും പലതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വലിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോകണം. ഒന്ന്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഈ ഒരു സർക്കാരാണ് മുന്നോട്ട് വരുന്നതെന്നൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ നിയമപരമായ കോടതി വ്യവഹാരങ്ങളും നിയമപരമായ തടസ്സങ്ങളും മാത്രമായിരുന്നു ഈ റിപ്പോർട്ട് പബ്ലിക്കായി പുറത്തുവിടുന്നതിനുണ്ടായ തടസ്സമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ്റെ പ്രകാരം തന്നെ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഗവൺമെൻറ് വിവിധങ്ങളായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര പരിഹാര സമിതി ഏത് സ്ഥാപനത്തിലായാലും, ഇനി മാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും മറ്റ് തൊഴിലിടങ്ങളിലായാലും എല്ലാം ഉള്ളതുപോലെ തന്നെ ആഭ്യന്തര പരിഹാര സമിതി സിനിമാ രംഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഷാജിയൻ കരുൺ അധ്യക്ഷനായ കമ്മിറ്റി ഇതിൻ്റെ കരട് തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിച്ച് കഴിഞ്ഞു. ആ കരട് തയ്യാറാക്കിയിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. മുൻവിധിയോടുകൂടി ഇന്ന ആളുകളാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണ് ഉയരാൻ വേണ്ടി പോകുന്നത് എന്നല്ല. അത് ജനാധിപത്യപരമായി തന്നെ കാര്യങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനെ കൂടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ചിലപ്പോഴുണ്ടായേക്കാം. ആ ലക്ഷ്യം കൊണ്ട് പലരും പല കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും, അത് ജനാധിപത്യപരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജുഡീഷ്യൽ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള ശുപാർശ ഇതിൻ്റെ ഭാഗമായി വരുന്നു. അത്തരം ശുപാർശകൾ ഉൾപ്പെടെ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഉന്നതനായാലും നടപടി സ്വീകരിക്കും, പരാതി ആര് നൽകിയാലും നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ശുപാർശകൾ ഗൗരവത്തോടുകൂടി തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. അതിനെ വില കുറച്ച് കാണാനോ അല്ല. വാചകം പറയട്ടെ. സജീഷ്, പരാതി ആര് നൽകും? സജീഷ്, ഈ മൊഴി നൽകുന്നത് അത്രയും ഭയന്നാണ് മൊഴി നൽകിയത്. ഇവർ ഓരോരുത്തരും ഇനി പരാതി നൽകാൻ വരണമെന്നാണോ സർക്കാർ പറയുന്നത്? ഒരു കാര്യം, ഇവിടെ പരാതിയായിട്ടും ഏത് രീതിയിലായിട്ടും ഉയർന്നു വന്ന വിഷയങ്ങൾ, പരാതിയായി ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിനെല്ലാം കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു കേസിന് പറയാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു നടനെതിരായിട്ട് നടപടി സ്വീകരിച്ച, ജയിലിലടച്ച അനുഭവം എവിടെയാണുള്ളത്? ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ വന്ന് അഭിപ്രായം പറയുകയാണ്. പറയുന്നതിൻ്റെ ഇടയിൽ തങ്ങളുടെ കാര്യം അങ്ങ് ലൈറ്റാക്കി പറഞ്ഞു പോകുന്ന രീതി ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്, ഏതോ ഒരു പ്രതിയെ പോയി കണ്ടു, കരഞ്ഞു എന്ന് പറയുന്നതാണോ പ്രധാനമെന്ന്? അല്ല, നമ്മൾ കാണേണ്ടതുണ്ട്. നിലപാടിന്റെ പ്രശ്നം അതിനകത്തുണ്ട്. പറയട്ടെ അത് സ്മൃതി മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ കയറി വന്നിട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ച് പോവുകയല്ലേ. അത്തരത്തിലൊരു കാര്യം ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്ക് ചില ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ചേർന്ന് എല്ലാവർക്കും പറ്റില്ല. നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ചില നിങ്ങൾ അജണ്ട വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. പറഞ്ഞിട്ടായാലും എന്ത് പറഞ്ഞിട്ടായാലും നിങ്ങളുടെ നിങ്ങൾക്ക് ആ അജണ്ട മാത്രം വെച്ച് നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾ വ്യക്തിപരമായി തന്നെ നടത്തുന്നത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഗവൺമെന്റിന്റെ കാര്യത്തിലോ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലോ ഒരു നിഷ്പക്ഷ സമീപനം സ്വീകരിക്കും എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് താങ്കൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പോലും ഇവിടെ നിഷേധിക്കുന്നത്. നിയമപരമായി കൃത്യമായിട്ടുള്ള കാര്യം പോലും തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് ചർച്ചയിൽ ഉടനീളം ആവർത്തിക്കുന്നത്. താങ്കളുടെ ആ രീതിയുടെ ഭാഗമായിട്ടാണ്. നിയമപരമായി പരിശോധിച്ചാൽ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ആർക്കും ബോധ്യമാവും. ഈ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്, ഈ രംഗത്തെ മലീമസമാക്കുന്നത് എന്ന ഒരു കാര്യം ഈ റിപ്പോർട്ടിലില്ല എന്നാണോ സജീഷ് പറയുന്നത്? ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരാൾ ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് പറയുന്നത് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ 4.5 വർഷം മുമ്പ് കിട്ടിയതാണല്ലോ. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം എങ്ങനെയാണ് ഇത്തരം ഒരു ചർച്ചയിൽ അവതാരിക എന്നുള്ള നിലയ്ക്ക് സ്മൃതി പറയുന്നുണ്ടെങ്കിൽ സ്മൃതി പറയൂ, ഞാൻ കേൾക്കാം, ഞാൻ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് റിപ്പോർട്ടിലുണ്ട് എന്ന് സ്മൃതി പറയൂ, ഞാൻ അംഗീകരിക്കാം, ഞാൻ കേൾക്കാം. എന്നിട്ട് മറുപടി പറയാം. മറ്റാരെങ്കിലും പറഞ്ഞെന്ന് പറയരുത്. ഒരു വ്യക്തിയുടെ മന്ത്രിയുടെ പേര് ഇതിലേക്ക് വലിച്ചേറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. താങ്കൾ പറയൂ, താങ്കൾ ആരോപണമായി വസ്തുതയായി ഉന്നയിക്കൂ, പറയൂ.
സജീഷ്, സർക്കാരിന്റെ മുന്നിലാണ് ആ പേരുകളിലുള്ളത്. വേട്ടക്കാരുടെ പേരുകൾ സർക്കാരിന്റെ മുന്നിലാണുള്ളത്, ഞങ്ങളുടെ മുന്നിലല്ല. പറഞ്ഞു, അവർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അവർ ഇവരല്ല, സിനിമാ മേഖലയിലുള്ളവരാണ് പറയുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ സജീഷ് പറയുന്നത് സിനിമാ മേഖലയിലുള്ളവരാണ്. താങ്കൾ മാധ്യമ പ്രവർത്തകയാണോ ആരോപണം ഉന്നയിക്കുന്ന ആളാണോ? സജീഷ്, താങ്കൾ ഇങ്ങനെ വലിയ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഈ സിനിമാ മേഖലയിലുള്ളവർ പറയുന്നതാണ് ആ പേര്. എനിക്ക് ഒരു രോഷമില്ല. ഞങ്ങൾ രോഷം കൊള്ളുകയാണ്, അങ്ങനെ പറയാണെന്നൊക്കെ പറയും. ബോധപൂർവമായി ഈ വിഷയത്തിനകത്ത് മന്ത്രിയുടെ പേര് കൊണ്ടുവരാൻ ഈ ആരോപണം ഉന്നയിച്ചത് സജീഷ്. പലരും ഉണ്ടാവുന്നേ സജീഷ്, സിനിമാ മേഖലയിലുള്ളവരാണ് സജീഷ്. അതെ, ശത്രുതയുള്ള പലരും ഉണ്ടാവും, അവര് പലതും പറയും. ആ കൂട്ടത്തിൽ സ്മൃതി ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ശത്രുതയോ? ആരോട് ശത്രുത? ആരോട് ശത്രുത? അല്ലല്ല സജീഷ്, പറയൂ, അതൊന്ന് വ്യക്തമാക്കൂ. ആരോട് ശത്രുത? അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ശത്രുതയുണ്ട്. സജീഷ്, ആരോട് ശത്രുത? ഇവിടെ ഈ ചർച്ചയിൽ ഉന്നയിച്ചയാൾ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. ഈ ചർച്ചയിൽ സജീഷ്, ഇങ്ങനെ ഇതിനെ വ്യക്തിപരമാക്കാതിരിക്കും. അഭിപ്രായമുണ്ടെങ്കിൽ പറയൂ, താങ്കൾ പറയൂ. അങ്ങനെ ഒരു വിഷയമില്ലാതെ എന്റെ ചോദ്യം ഇതാണ് സജീഷ്, കേൾക്കൂ. ആ 15 അംഗ ക്രിമിനൽ സംഘത്തെ, മാഫിയ സംഘത്തിന്റെ പേര് പുറത്തു പറയാൻ സർക്കാർ തയ്യാറുണ്ടോ? ഈ സിനിമാ മേഖലയെ ഇങ്ങനെ മോശമായി നയിക്കുന്ന ഈ 15 അംഗ സംഘത്തിന്റെ പേരുകൾ സർക്കാരിന് മുന്നിലുണ്ട്, സർക്കാർ പുറത്തുവിടുമോ? ഞാനൊരു കാര്യം പറയാം സ്മൃതി. ഇനി ഞാൻ പറയുന്ന വാചകത്തിന്റെ ഇടയിൽ എനിക്കത് പൂർത്തീകരിക്കണം. ഞാൻ സ്മൃതിയായിട്ട് തർക്കിക്കാനല്ലല്ലോ ചർച്ച. അതായത് ജനം കാണുകയാണല്ലോ, ഞാൻ ഒച്ചയിടുന്നില്ല സജീഷ്, ഒറ്റ കാര്യം. സജീഷ്, ഇവിടെ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും ചേർന്നതാണല്ലോ നമ്മുടെ ഈ ലോകം, അല്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം വരുമ്പോൾ അതൊന്ന് ക്ലാരിറ്റിയോട് കൂടി മറുപടി തന്നാൽ മതി സജീഷ്. ഈ 15 അംഗ മാഫിയ സംഘത്തിന്റെ പേര് പുറത്തു വരണമെന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അതോ അത് പുറത്തു വിടേണ്ടതില്ല? അല്ലാതെ നമുക്ക് വിപ്ലവകരമായ ആലോചനകളിലേക്ക് പോകാം, അവരെ കൂടി ഇരുത്തിക്കൊണ്ടൊരു ചർച്ച നടത്തി കാര്യങ്ങളിലൊക്കെ ശുദ്ധീകരിക്കാം എന്നതാണോ സർക്കാരിന്റെ ചിന്ത? ഇനി എനിക്ക് പറയാമെന്ന് കരുതുകയാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്ന മറുപടി എൻ്റെ മറുപടിയാണ്, അത് പറയാനുള്ള അവകാശം ആർക്കുണ്ട്, അത് പറയട്ടെ. അതായത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വിഷയത്തിൽ രാജ്യത്തിന് മാതൃകയായി തന്നെ ഇത്തരത്തിൽ അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഒരുങ്ങിയത് തന്നെ കേരളത്തിൽ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ഇതുവരെ രാജ്യത്ത് കാണാത്ത രീതിയിൽ തന്നെ ഒരു പ്രമുഖ നടനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു, ജയിലിലടച്ചു, നമ്മൾ കണ്ടതാണ്. ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആരാണ്? ആ നടൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ കൊണ്ടുപോയി സ്വീകരണം ഒരുക്കിയവർ. അതേ സമയത്ത് IFFK നടക്കുമ്പോൾ മുഖ്യാതിഥിയായി ഇരയുടെ പക്ഷത്തുള്ള ഇരയെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന നിലപാടുകളുണ്ട്. വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ ജനാധിപത്യപരം. ആ ചോദ്യത്തിന്റെ മറുപടിയാണത്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ്. ആ രീതിയിൽ ജനാധിപത്യപരമായി തന്നെയാണ്. അതിനൊന്നുകൊണ്ടേ പറയാനാവൂ. ഒരു ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അതിന്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് പറയാനാവൂ. കോൺഗ്രസ് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആവർത്തിച്ച് എത്ര തവണ, ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ആണ്. അറിയാം, ഇതൊക്കെ നമ്മൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞതാണ് സജീഷ്. എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. ഈ മാഫിയ സംഘത്തിന്റെ പേരുകൾ പുറത്തു വരുമോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. സർക്കാരിന് അങ്ങനെ ആലോചനയുണ്ടോ? ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു കാര്യം സ്മൃതി, താങ്കളൊന്ന് നിർത്തൂ. എത്ര പ്രാവശ്യമായി താങ്കൾ? എനിക്ക് കുഴപ്പമില്ല സജീഷ്, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ് ഇടപെടുന്നത്. സ്മൃതി, ഒരു കാര്യം, ഒരു ചോദ്യം പറയുമ്പോഴും ഉത്തരം പറയുമ്പോഴും എല്ലാം അതിനടിസ്ഥാനമായ സാഹചര്യങ്ങളെ കൂടി സൂചിപ്പിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ തന്നെ എന്താണ് നിലപാട് എന്നുള്ളതിലേക്ക് പറയേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇടപെടല്ലേ, അതാണ് പറഞ്ഞത്. ഈ സാഹചര്യമുണ്ട് എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലാണോ ജനാധിപത്യപരമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കാൻ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. പിന്നെ
അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ എന്തുകൊണ്ട് നേരത്തെ നടൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ തെറ്റായ രീതിയിൽ ആ കാര്യം ഈ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ വലിയ മാന്യന്മാരാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് പറയാനാണ് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതിനനുസരിച്ച് തന്നെയാണ് നിയമപരമായി പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് എന്ന് നിയമം അറിയാവുന്ന ആളുകൾക്കറിയാം. പക്ഷേ ഇവിടെ ചിലർക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതാണ് വേദവാക്യം അവതാരകനായി വന്ന് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, നിയമപരമായി പരിശോധിച്ചോ. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചത് എന്ന്. രണ്ടാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ഒന്നുമല്ല, കമ്മിറ്റി കഴിഞ്ഞു, കമ്മിറ്റി ഇല്ല. പിന്നെ ആ കത്തിനെല്ലാം വില സർക്കാരിന്റെ നിലപാടിനാണ് വില. സർക്കാരാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. സജീഷ് എത്ര തവണയായി ഒരേ കാര്യം പറയുന്നു. ഞാനൊന്ന് ചാമക്കാലയിലേക്ക് പോകുന്നു. ചാമക്കാല, നിങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചുരുക്കി പറയണം ശ്രീ ചാമക്കാല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട നടൻ അറസ്റ്റിലായത് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. അതല്ലെങ്കിൽ അത് സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. അതിന് നിങ്ങളുടെ ഇല്ലല്ല നിങ്ങളുടെ ഒരു വനിതാ നേതാവാണ് ഈ പ്രതിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത്. അതൊരു തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ആ സമ്മതിച്ചുകൊണ്ട് ബാക്കി പറയാം. ഞാൻ മറുപടി പറയാം. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാതലായ വിഷയം ഇവിടെ ഒന്ന് നിർത്താൻ പറയുന്നേ. നമ്മുടെ സർക്കാരിന്റെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. ഇനി ദിലീപിന്റെ വിഷയവുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കുന്നത്, ദിലീപിനെ കാണാൻ പോയ, ഇപ്പം മന്ത്രിയാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് വ്യക്തിപരമാണെന്ന്. ഒരു വ്യക്തിപരവുമില്ല. ദിലീപിനെ കാണാൻ പോയ KB ഗണേഷ് കുമാർ ജയിലിൽ കാണാൻ പോയത് 2017 സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ്. അദ്ദേഹം കാണാൻ പോയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള വാചകം ഞാനൊന്ന് വായിക്കാം. സിനിമാ മേഖലയിലുള്ളവർ ദിലീപിന് പിന്തുണ പ്രഖ്യാപിക്കണം. KB ഗണേഷ് കുമാർ നിഷേധിക്കാൻ കഴിയുമോ? അവിടെ കാണാൻ പോയ മറ്റൊരാളുടെ പേരാണ് രഞ്ജിത്ത്. ആ രഞ്ജിത്തിനെ നിങ്ങളുടെ സർക്കാർ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. അവിടെ കാണാൻ പോയ മറ്റൊരാളുടെ പേരാണ് KPSC ലളിത. ആ KPSC ലളിതയെ നിങ്ങളുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആക്കി. ഇനി ഇതേ KB ഗണേഷ് കുമാറിന്റെ PA ആണ് സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി കാസർഗോഡും അതുപോലെയുള്ള കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ പോവുകയും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കേസ് ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. വസ്തുതയല്ലേ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ചോദിക്കുന്നത് എന്താണെന്ന് ആ റിപ്പോർട്ടിന്റെ 136-ാമത്തെ പേജ് ഒന്ന് എടുക്കണം. 136-ാമത്തെ പേജിൽ 270-ാമത്തെ ഖണ്ഡികയായി വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ദ എബോ ആർട്ടിസ്റ്റ് ഹാഡ് ടു ലിവ്. ആ ആർട്ടിസ്റ്റിന് അദ്ദേഹം സിനിമയിൽ നിന്ന് മാത്രമല്ല, സിനിമയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം സീരിയലിലേക്ക് വന്നപ്പോൾ അവിടെയും അദ്ദേഹത്തിന്റെ രക്ഷയുണ്ടായില്ല. ബൈ യൂസിംഗ് ആത്മ which is an association in serial also. During that time, the president of the said association was an actor in cinema also. ആരായിരുന്നു? KB ഗണേഷ് കുമാർ ആയിരുന്നു. അപ്പോ സിനിമ വിട്ട് സീരിയലിൽ ചെന്നപ്പോൾ അവിടെ പോലും നിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്ന 10 മുതൽ 15 പേരുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹം ആരെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുത്തിട്ട് എന്നിട്ട് ഇവിടെ വന്നങ്ങ് ചാരിത്രം വിളമ്പുക. ഉളിപ്പ് വേണ്ടേ? ലേശമെങ്കിലും ഉളിപ്പ് വേണ്ടേ? ഉണ്ടാവില്ലല്ലോ. സഖാവായി പോയില്ലേ. സഖാക്കന്മാർക്ക് എവിടുന്നാ ഉളുപ്പുണ്ടാകുക? അപ്പോ ഇത്തരത്തിൽ വന്ന് ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിനു ശേഷം ഇതുവരെ ഒരു നടപടിയും എടുക്കാതിരുന്നിട്ട് ഇതിന് പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ആ ദിലീപിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യത്തെ കുറിച്ച് എന്താ പറയുന്നത്? അന്ന് PT തോമസ് ശക്തമായ നിലപാടെടുത്തതുകൊണ്ട്, സിറ്റി പോലീസ് കമ്മീഷണറെ തുടർച്ചയായി വിളിച്ചതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതും ഒരു പക്ഷേ ഒത്തുതീർപ്പിലേക്ക് പോയനെ. ഒരു പക്ഷേ, എനിക്കറിയില്ല. ഏതായാലും അവിടെ ഇച്ഛാശക്തി കാണിച്ചത് PT തോമസ് ഉൾപ്പെടെ അന്നുണ്ടായിരുന്ന ലാൽ എന്ന സംവിധായകൻ ഉൾപ്പെടെ കൃത്യമായി നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിഷേധിക്കാൻ കഴിയുമോ? അപ്പോ ഞങ്ങളതും ചെയ്തു പോലും. നിങ്ങൾ ചെയ്തു. എന്താ? 5 വർഷമായി നിങ്ങൾ ഇതിന്മേൽ അടയിരിക്കുന്നു, ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നു. പ്രമുഖരായ അതിലൊരാളെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു. പറയുമ്പോൾ കുറ്റമാണല്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. പ്രതിപക്ഷ നേതാവിനെയൊക്കെ വല്ലാണ്ട് പൊള്ളുന്നല്ലേ? ഹേമ കമ്മീഷന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും കേരളത്തോട് പച്ച കള്ളം പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ ബബ്ബ അടിച്ചാൽ പോരാ, കൃത്യമായി പറയണം. ആ ബബ്ബ പറയുമ്പോഴും എനിക്ക് തിലകനെ ഓർമ്മ വരുന്നു എന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോ ആ രീതിയിൽ ഇവിടെ പിന്നെ ആണാകട്ടെ പെണ്ണാകട്ടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ
പുറത്താക്കുന്ന നടപടി, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന നടപടി, അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 5 വർഷം കൈവച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങളാണ് ഇവിടെ നവോത്ഥാന നായകന്മാർ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വേറെ ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞാൽ കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ലേശം ഉളുപ്പ്, ശരി, ലേശം തൊലിക്കട്ടി. ആ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഇത് കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കട്ടി ഉള്ളവരാണ് ഭരണാധികാരികൾ. അതുകൊണ്ടാണ് ഇതിൽ നടപടിയെടുക്കാത്തത്. ഒരു സംശയവും വേണ്ട. അപ്പോ എന്നിട്ട് ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുക. ഉളുപ്പ് വേണ്ടേ? ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയാണെന്നല്ലേ പറയപ്പെടുന്നത്. നാണം വേണ്ടേ? മാനം വേണ്ടേ? അഭിമാനം വേണ്ടേ? കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ചർച്ചകളിലെല്ലാം സുഗമമായി സംസാരിക്കാനുള്ള സൗകര്യമൊരുക്കി തരുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. നിങ്ങൾക്ക് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാം. വിളിക്കാം. മാന്യതയോടെ ഒരു പരിഗണനയും വേണ്ട. അതിനെല്ലാം കേൾപ്പിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. ആ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം. പക്ഷെ അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇവിടെ അവതാരക ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു. നിയമപരമായി നിങ്ങൾ പരിശോധിച്ചോ, നമ്മളിവിടെ വായിച്ചതാണല്ലോ, നിയമപരമായി പരിശോധിച്ചോ, അതിന് വളരെ കൃത്യമാണ് എന്ന് വ്യക്തമാവും. അല്ലാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് ഏറ്റുപാടാനുള്ളതല്ല നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അവർ ചെയ്ത കാര്യങ്ങൾ കൂടി ചോദിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും ആര് ശരി പറയുന്നു അവരോടൊപ്പം ജനം നിൽക്കും, ആര് ശരി പറയുന്നു അവരോടൊപ്പം ജനങ്ങൾ നിൽക്കും. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് ശരിയെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടുന്നേ, ബോധ്യപ്പെട്ടേ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിവരക്കേട് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയും, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് പറയും. ശരി, ശ്രീ സജീഷ്, ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ശ്രീ സജീഷ്, സിനിമാ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന സജീഷ് ആ റിപ്പോർട്ടിൽ കെ ബി ഗണേഷ് കുമാറിനെതിരായ വിമർശനങ്ങളുണ്ടല്ലോ. സജീഷ്, അതിൽ കെ ബി ഗണേഷ് കുമാറിനെതിരായ മൊഴിയുണ്ടല്ലോ, ആ വരികൾ സർക്കാർ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, പാരഗ്രാഫ് 270 പറയുന്നത് കെ ബി ഗണേഷ് കുമാറിനല്ല, ആരെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് സജീഷ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? സജീഷ്, ആ പാരഗ്രാഫിനെ സജീഷ് എന്താണ് മനസ്സിലാക്കുന്നത്? താല്പര്യം കൊണ്ടും സജീഷ് ഇങ്ങനെ വെറുതെ പരത്തി പറയല്ലേ. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ. സജീഷ്, ആ പാരഗ്രാഫിനെ കുറിച്ച് സജീഷ് പറയേണ്ട കാര്യമൊന്നുമില്ല. സജീഷ്, ആ പാരഗ്രാഫിനെ കുറിച്ച് എന്താണ് സജീഷ് പറയാനുള്ളത്? സജീഷ്, അവരുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളുടെ മൈക്കായാൽ അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. റിപ്പോർട്ട് സജീഷ് വായിച്ചോ? റിപ്പോർട്ട് വെച്ചാ സംസാരിക്കുന്നത് സഖാവേ, റിപ്പോർട്ട് വെച്ചാ സംസാരിക്കുന്നത്. പാരഗ്രാഫ് 270 പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ പല ലക്ഷ്യം ഉണ്ടാകും. നിങ്ങൾക്ക് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ പ്രശ്നങ്ങൾ ലക്ഷ്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ മേഖലയിൽ ഉയർന്നു വന്ന എല്ലാ പ്രശ്നത്തിലും കേസെടുത്തിട്ടുണ്ട്, ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് നടന്മാർക്ക് എടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന കേസുകളെ കുറിച്ചാണ് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ സംഗീതയിലേക്ക് പോകുന്നു. സംഗീത, ഇപ്പോൾ ഈ സർക്കാരിനൊരു പ്രാഥമിക അന്വേഷണം നടത്താവുന്നതാണ്. കാരണം എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിയമപരമായി സർക്കാർ മുന്നോട്ട് പോകേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിന്മേലൊരു ചർച്ച എന്ന ആലോചനയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പ്രേംചന്ദ് ഉപയോഗിച്ച വാക്കൊക്കെ സംഗീതയും കേട്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ തരത്തിൽ ഇപ്പോൾ ഈ സജി നന്ദ്യാട്ടിനെ പോലെ മൊഴി നൽകിയവരെ തന്നെ അപമാനിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് ഒരു പരിഹാര ചർച്ച അത് സാധ്യമാകുമോ WCCക്ക്? ശ്രുതി, ഈ കൺസേൺ എല്ലാവർക്കും, ഇതിപ്പോൾ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്, നോട്ട് ജസ്റ്റ് ആസ് എ മെമ്പർ ഓഫ് WCC, ആ ഒരു കൺസേൺ കോൺവെർസേഷൻസും ചർച്ചകളും 7 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ട് സബ്മിഷൻ കഴിഞ്ഞ ശേഷം 2019 ഓൺവേർഡ്സ് WCC തന്നെ സജസ്റ്റ് ചെയ്ത റെക്കമെൻഡേഷൻസും പോളിസീസും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് എപ്പോഴും എനിക്ക് പിന്നെ ഇങ്ങനെയൊരു വിഷയത്തെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിനെ പറ്റി പേഴ്സണലി അതിനോട് യോജിപ്പില്ല. ബിക്കോസ് അത് നമ്മൾ മെയിൻ ഫോക്കസ് നിന്ന് മാറ്റി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെൻസിലേക്ക് മാത്രം ആളുകളുടെയും
പൊതുജനങ്ങളുടെയും ശ്രദ്ധ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട്. സൊല്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേഴ്സണലി ആസ് എ വുമൺ വർക്കിംഗ് ഇൻ സിനിമ ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റമിക് ചേഞ്ചസ് തന്നെയാണ് വരേണ്ടത്. കാരണം സിനിമ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണല്ലോ. നമ്മൾ പറയുമല്ലോ ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റീനെയും സൊസൈറ്റൽ നോംസിനെ എല്ലാം റിഫോം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് സിനിമ. അപ്പോൾ നമ്മൾ സിനിമ ഇൻഡസ്ട്രിക്ക് അതിനുള്ള പവർ ഉണ്ട്. കൂടുതൽ ഇൻക്ലൂസീവായ ബാലൻസ്ഡ് ആയിട്ടുള്ള ജെൻഡർ ഇൻക്ലൂസീവായ ജെൻഡർ ബാലൻസ് ഉള്ള സ്ഥലങ്ങൾ കൊണ്ടുവരാൻ ഉള്ള ഇംപ്ലിമെൻറ്റേഷൻ മെഷേഴ്സ് ഡെഫിനറ്റ്ലി വേണം എന്നുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. ആൻഡ് ഐ റിയലി ഫീൽ ദാറ്റ് സൊല്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം എന്നുള്ള ആ ഒരു സ്പേസിൽ നിന്ന് മാറി ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എല്ലാ സിനിമാ സെറ്റുകളിലും ഉണ്ടെന്ന് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ സ്മൃതി? പറ്റുന്നില്ല എന്ന് മാത്രമല്ല എനിക്കൊരു എക്സ്പീരിയൻസ് പലയിടത്തും അത് വേട്ടക്കാർക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറുന്നുണ്ട്. അതായത് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഫോം ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, നിയമം അനുശാസിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഫോളോ ചെയ്യാതെ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഫോം ചെയ്ത ഒരു സിനിമയിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് പേഴ്സണലി. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. കഴിഞ്ഞ 5 വർഷം മാത്രമായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. WCC എന്ന മൂവ്മെൻറ്റിൻ്റെ കൂടെ ഒരു വോളണ്ടിയറായി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒഫീഷ്യൽ മെമ്പറായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരു നിരവധി അനുഭവങ്ങൾ സിനിമാ മേഖലയിൽ ക്യാമറയ്ക്ക് പുറകിൽ വർക്ക് ചെയ്യുന്ന, ക്യാമറയ്ക്ക് മുമ്പിലും പുറകിലും വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ഓൺ എ ഡെയിലി ബേസിസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മൾ ബൈനറീസിൽ പോലും അല്ലല്ലോ സ്മൃതി സംസാരിക്കുന്നത്, അല്ലേ? എല്ലാ കമ്മ്യൂണിറ്റീസിലും ഉള്ള ആളുകൾ ഉണ്ട്. വൾണറബിൾ ആയിട്ടുള്ള സ്പേസസിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് സ്പേസസിൽ എത്ര പേര് സ്ത്രീകളുണ്ട്, ആ പ്രാതിനിധ്യം എത്ര പേര് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് അസോസിയേഷൻസ് സിനിമയിലുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ഡിസിഷൻ മേക്കിംഗ് സ്പേസസിൽ കൂടുതൽ ആളുകൾ, അതായത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 2017 കളക്റ്റീവ് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള നിവേദനത്തിൽ പറയുന്ന ഒരു മെയിൻ പോയിന്റ് സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗ്സിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ്. സോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എത്രയോ പ്രോജക്ട്സിൽ ചിലപ്പോൾ ക്രൂവിൽ വളരെ മൈനോറിറ്റി 1-2 സ്ത്രീകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അഭിനയം എന്നുള്ള മാത്രമല്ലല്ലോ സിനിമ, ടെക്നീഷ്യൻസ് ആയിട്ട് ഇപ്പോൾ നോൺ ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. നേരത്തെ എഗെയിൻ പറഞ്ഞ പോലെ ഒരു വ്യക്തമായ ഡേറ്റാ ബേസിൻ്റെ ആബ്സെൻസ്, ഇത്രയും തൊഴിൽ ചെയ്യുന്ന എല്ലാവരുടെയും തൊഴിലിടമാണിത്. ലാക്ക് ഓഫ് സ്ട്രക്ചർ ഇല്ല. ആ ഒരു നിയമത്തിൻ്റെ ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുക. ബിക്കോസ് സിനിമ എല്ലാ വർക്ക് പ്ലേസും പോലെ സിനിമ ഇസ് ഓൾസോ എ വർക്ക് പ്ലേസ്, ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സിനിമയിൽ വർക്ക് പ്ലേസ് ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് എവിടെ ഷൂട്ട് നടക്കുന്നത് മാത്രമല്ല നമ്മുടെ വർക്ക് പ്ലേസ്. അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, സ്റ്റേ മുതൽ ഫുഡ് മുതൽ നമ്മുടെ ഹൈജീൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുമാണല്ലോ ഈ റിപ്പോർട്ടിലും വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ. അതെ, ബേസിക് കാര്യങ്ങൾ. അതെ, അത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഒരു നിയമം എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല സംഗീത. പക്ഷേ അതിലപ്പുറമുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിലേക്ക് എങ്ങനെ കടന്നു ചെല്ലുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് സമയക്കുറവ് മൂലം ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, വരും ദിവസങ്ങളിലും ഉണ്ടാകും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.